യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഇത്ര ശാന്തമായിട്ട് എന്റെ ദേശനിവാസികൾ ഈ യോഗത്തിൽ ഇരിക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. പല യോഗങ്ങളിൽ ആൾക്കാർ സംസാരിക്കുകയും കൂവുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശീർവാദം പറയുന്നത് വരെ നിങ്ങൾ ദൈവത്തോടുള്ള ബഹുമാനം നിമിത്തവും നിങ്ങളുടെ ദേശനിവാസിയായി കൊച്ചു സഹോദരൻ നിമിത്തവും ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അധിക സമയം ഞാൻ എടുക്കുകയില്ല. ലോകം പറയുന്നതാണോ ശരി, ബൈബിൾ പറയുന്നതാണോ ശരി എന്ന ചോദ്യത്തിന് മുഖവരിയായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ആത്മപ്രേരിതമായൊരു ദൂത് സംസാരിച്ച് ഇന്നെന്റെ ദേശനിവാസികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി കർത്താവ് കൃപ തരികയാണെങ്കിൽ ഞാനും എന്റെ പ്രിയ സ്നേഹിതൻ രാജുവും ഇവിടെയുള്ള ദേവദാസന്മാരെ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രപഞ്ചം, ഭൂമി ഉൾപ്പെടെ ഉള്ള ഗോളങ്ങൾ യാദൃശ്ചികമായി ഉണ്ടായി എന്ന് സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുമ്പോൾ അത് ശാസ്ത്രമാണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ തെറ്റ്. നാളിതുവരെ ഭൂമിയിലൊരിടത്തും ശാസ്ത്രലോകം ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായി എന്ന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടില്ല. എന്നിട്ടും തെളിയിക്കാതിരുന്നിട്ടും അശാസ്ത്രീയമായ ചിന്തകൾ ശാസ്ത്രീയമെന്ന നിലയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ടാകുന്നു. അത് സാത്താന്റെ ഒരു തന്ത്രം. സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന ചിന്തകൾ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ ആധികാരികമായി തെളിവില്ലാതിരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തന്നെ ഭിന്നമാണെന്ന് 3 പ്രഗത്ഭന്മാരുടെ ചിന്തകൾ, ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകൾ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ വായിക്കാം. ബഫൺ, ഹോയേൽ, ഇമ്മാനുവൽ കാന്റ്. ഇവരാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ഏറ്റവും കരുത്തറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ബഫൺ: ഒരു ധൂമകേതു സൂര്യനുമായി കൂട്ടിയിടിച്ചപ്പോൾ സൂര്യന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഭൂമി ഉൾപ്പെടെയുള്ള ഗോളങ്ങളുണ്ടായി. ശാസ്ത്രജ്ഞൻ ഹോയേൽ: സൂര്യനോടൊപ്പം മറ്റൊരു സൂര്യനുണ്ടായിരുന്നു. അത് സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളുണ്ടായി. ശാസ്ത്രജ്ഞൻ ഇമ്മാനുവൽ കാന്റ്: ഭ്രമണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വാതക ധൂളിമേഘം സാന്ദ്രീകരണത്തിന് വിധേയമായപ്പോൾ ഭൂമി ഉൾപ്പെടെയുള്ള ഗോളങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ ഏക അഭിപ്രായമില്ല. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് തെളിയിക്കപ്പെട്ടൊരു ശാസ്ത്രം നിലവിലില്ലാതിരിക്കുകയും ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഒരേക അഭിപ്രായമില്ലാത്തതുകൊണ്ട് ഇന്ന് വരെയുള്ള ശാസ്ത്രീയ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ശാസ്ത്രത്തിൽ ആശ്രയിക്കുന്നത് അബദ്ധമാണ്.
എന്നാൽ ബൈബിൾ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഘടകയാണ് ഭൂമി. സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗോളം, 1,00,000 കോടിയിലധികം നക്ഷത്രമുള്ള ആകാശഗംഗ ഗാലക്സിയിലെ ഒരു ബിന്ദുവാണ് സൂര്യകുടുംബമായ സൗരയൂഥം. ആ സൗരയൂഥത്തിലെ ഒരു ചെറിയ പൊട്ടാണ് ഈ ഭൂഗോളം. ഈ ഭൂഗോളത്തിന് പോലും യാദൃശികമായി ഉണ്ടാകുവാൻ കഴിയില്ല എന്ന് ഭൂമിശാസ്ത്രത്തിന്റെ ബാലപാഠം പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ 1-2 ചിന്തകൾ ഞാൻ വേഗം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. സൂര്യനും ഭൂമിയും തമ്മിൽ 14,95,97,906 കിലോമീറ്റർ അകലെയായിട്ടാണ് സൂര്യനും ഭൂമിയും നിൽക്കുന്നത്. ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ. ഈ ഭൂഗോളം സൂര്യനോട് കുറെ കൂടി അടുത്തു പോയിരുന്നെങ്കിൽ ഈ ഭൂഗോളം ഉരുകിപ്പോകുമായിരുന്നു. ഈ ഭൂഗോളം സൂര്യനിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിൽ ഈ ഭൂഗോളം മഞ്ഞുകെട്ടിയായി പോകുമായിരുന്നു. അപ്പോൾ സൂര്യനിൽ നിന്നും ഈ ഭൂമി 15 ലക്ഷം കിലോമീറ്റർ അകലെ കൃത്യമായി നിന്നെങ്കിൽ മാത്രമേ ഈ ഭൂമിക്ക് നിലനിൽക്കുവാൻ കഴിയൂ, ഭൂവാസികൾക്ക് നിലനിൽക്കുവാൻ കഴിയൂ. ഒരു പൊട്ടിത്തെറിയിൽ ഈ അകലം യാദൃശികമായി ഉണ്ടായി എന്ന് പറയുന്നതാണോ മാനവലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഭൂഗോളത്തെ അതിന്റെ സൃഷ്ടിതാവ് നിർത്തി എന്ന് പറയുന്നതാണോ യുക്തി? നിർത്തി എന്ന് പറയുന്നതാണ് യുക്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സൂര്യന്റെ കാര്യം പോകട്ടെ, ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഒരു ഏകദേശ അകലം 3,82,168 കിലോമീറ്റർ. ചന്ദ്രൻ ചൂടും വെളിച്ചവുമില്ലാത്ത ഒരു ഗോളമാണ്. സൂര്യപ്രകാശത്തിന്റെ ചൂട് വെളിച്ചം അവിടെ തട്ടുന്നത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്ന ഒരു ഗോളമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഈ ഭൂമിയും ചന്ദ്രനും ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെയായി നിൽക്കുന്നു. എന്തുകൊണ്ട് ചന്ദ്രന് കുറെ കൂടെ ഭൂമിക്കടുത്തുകൂടെ വന്നുകൂടാ? പഴയ ഒരു നാടകഗാനം ഓർത്തു പോവുകയാണ്. KPCCയുടെ അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്, താഴേക്കൊന്ന് ഇറങ്ങി വരാം. സുലോചന പാടിയ ഇല്ലേ തങ്കപ്പ? എന്റെ സ്നേഹിതൻ തങ്കപ്പൻ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഈ പാട്ടൊക്കെ പാടി ഞങ്ങൾ തകർത്തടിച്ച ഒരു കാലം ഈ പാലാക്കണ്ടത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ പാട്ട് കേട്ട് ചന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, അമ്പിളി അമ്മാവൻ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കുമെന്നറിയാമോ? പാലാക്കണ്ടത്തിലെ ഞങ്ങളുടെ പഴയ പുല്ലിട്ട കൊച്ചു കൊച്ചു വീടുകളും കടകളും എല്ലാം പൊങ്ങി കാന്തത്തിൽ തൂങ്ങിക്കിടക്കുന്ന മുട്ടുസൂചികൾ പോലെയാകുമായിരുന്നു. കാരണം ചന്ദ്രന് ആകർഷണ ശക്തിയുണ്ട്. ചന്ദ്രൻ പർവ്വതങ്ങളെ പോലും ആകർഷിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവന് പിടിച്ചു പൊക്കാൻ കഴിയുന്നത് സമുദ്രജലമാണ്. അങ്ങനെയാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. അപ്പോൾ ചന്ദ്രൻ ചൂടില്ലാത്തൊരു ഗോളമാണെങ്കിലും ഇപ്പോഴുള്ള ഈ അകലം വിട്ട് ചന്ദ്രനും ഭൂമിയും അടുത്താൽ ഇവിടെ മനുഷ്യൻ ജീവിക്കുകയില്ല, നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ ഒരു പൊട്ടിത്തെറിയിൽ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഈ അകലത്തിൽ യാദൃശികമായി വന്നു എന്ന് പറയുന്നതാണോ? മനുഷ്യൻ ഈ പാലാക്കണ്ടത്തിൽ ജീവിക്കേണ്ടതിന് ചന്ദ്രനെയും ഭൂമിയെയും ദൈവം ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെ മാറ്റി നിർത്തിയിരിക്കുന്നു പറയുന്നു എന്നാണോ യുക്തി? നിശ്ചയമായും ദൈവം അങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് യുക്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആട്ടെ, ഈ ഭൂഗോളം നിശ്ചലമായൊരു ഗോളമല്ല കേട്ടോ. നമ്മുടെ കണ്ണ് കാണുന്നൊന്നും വിശ്വസിക്കരുത്, എല്ലാം സത്യമല്ല. യുക്തിവാദികളും നിരീശ്വരന്മാരും പറയും കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ. അബദ്ധമാണ് കേട്ടോ. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയല്ല. എന്നും നമ്മൾ കണ്ടിട്ടില്ലേ കിഴക്ക് ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നത്? ഞങ്ങളുടെ കുമരികുളത്തെ വീട്ടിൽ ഇരുന്നാൽ രാവിലെ ഞങ്ങളുടെ ആ ചാണകം മെഴുകിയ ഞങ്ങളുടെ ആ പഴയ പുല്ലിട്ട ആ വീടിന്റെ വരാന്തയിൽ ഇരുന്നാൽ
ഈ സൂര്യൻ ഇങ്ങനെ അങ്ങനെ ആ പാണ്ടിമലയ്ക്ക് അപ്പുറേ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നത് പോലെ തോന്നുമായിരുന്നു. ഞാനിങ്ങനെ എന്റെ ചെറുപ്രായത്തില് നോക്കി നിന്നിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അത് പിന്നെ അങ്ങ് പോയി നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നു പടിഞ്ഞാറ് അസ്തമിക്കും. അതാണ് നമ്മൾ എന്നും കണ്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പാലാക്കണ്ടം അതുപോലെ നിൽക്കുന്നു, ഒരു മാറ്റവുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നു, എന്റെ ചെറുപ്രായത്തില് ഇവിടെ തലമുടി വെട്ടിക്കാനൊക്കെ വന്ന പ്രായം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ തങ്കപ്പന്റെ ഒക്കെ സ്ഥലമായിരുന്നു ഇത്. എന്റെ ചെറിയ പ്രായത്തില് അന്ന് നിക്കർ ഇട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ സ്ഥലം ഇപ്പോഴും ഇങ്ങനെ തന്നെ, എങ്കിലും ഇത് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇത് നിശ്ചലമായി നിൽക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ കണ്ണ് വഞ്ചിക്കുകയായിരുന്നു കേട്ടോ. സൂര്യൻ ഇതുവരെയും കിഴക്കുതിച്ചിട്ടില്ല, സൂര്യൻ ഇതുവരെയും പടിഞ്ഞാറ് അസ്തമിച്ചിട്ടുമില്ല. നമുക്ക് തോന്നിയതാണ്, നമുക്ക് തോന്നിയത് ഭൂമിയാണ് കറങ്ങുന്നത്. നിങ്ങൾക്കറിയാമോ, മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഭൂഗോളത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗതയിൽ. അപ്പോൾ തന്നെ മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭൂമി തിരിയുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നത് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് യുക്തിവാദികൾ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് അവന്റെ അറിവില്ലായ്മയാണ്. അവന്റെ വെണ്ണയ്ക്ക് ആ കണ്ണിന് അത് കാണാൻ നോക്കുകയാണ്, അവൻ കാണുന്നത് ശരി. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന തോമസ് അപ്പോസ്തലനോട് പറഞ്ഞത്, തോമാച്ച, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, വീണ്ടും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ഗോളങ്ങളും യാത്ര ചെയ്യാണ്, മിന്നൽ വേഗതയിലാണ്. ഈ ആകാശത്തിൽ കാണുന്ന ചന്ദ്രനും ചൊവ്വായും ബുധനും നെപ്റ്റ്യൂണും ഫ്ലൂട്ടോയും മെർക്കുറി ഗാലക്സിയും മിൽക്കി വേ ഗാലക്സി, എല്ലാ ഗോളങ്ങളും മിന്നൽ വേഗതയിലാണ് യാത്ര ചെയ്യുന്നത്. മിന്നൽ വേഗത. നിങ്ങൾക്കറിയാമോ, ഈ ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ? ഈ ഭൂഗോളത്തെ പൊടിച്ച് അതിന് എത്ര പൊടി, ആ പൊടി എണ്ണിയാൽ അത് എത്ര പൊടി ഉണ്ടാകുമോ? ആ പൊടിയെ അറ്റ്ലാന്റിക്കിലെയും പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും വെള്ളത്തെ തുള്ളികളാക്കിയിട്ട് ഗുണിച്ചാൽ അതിന്റെ സംഖ്യ എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഈ ആകാശത്തിലുണ്ട്. ആകാശഗംഗ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് ഒരറ്റത്ത് വരെ പോകണമെങ്കിൽ അതിന് 60,000 പ്രകാശ വർഷം തന്നെ വേണം. എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 1,86,000 മൈൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം 60,000 വർഷം സഞ്ചരിച്ചാലേ ഇതിന്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരിടത്തെത്തും. അപ്പോൾ എത്രമാത്രം വിസ്തൃതിയാണ് നിങ്ങൾ ചിന്തിക്കുക. ഈ ഗോളങ്ങളൊക്കെ ഒരു സെക്കൻഡിൽ 1,00,000, ഒരു മണിക്കൂറിൽ 1,00,000 മൈൽ സ്പീഡിലും 2,00,000 മൈൽ സ്പീഡിലും 1,000,00,000 മൈൽ സ്പീഡിലും ഒക്കെ കറങ്ങുന്ന ഗോളങ്ങളാണ്, നിശ്ചലമല്ല. അവയ്ക്കെല്ലാം വഴിത്താരകളുമുണ്ട്. ഭൂമിക്കുള്ള ഹൈവേയുടെ കിലോമീറ്റർ എത്രയാണെന്നറിയോ? 94 കോടി മൈലാണ് ഭൂമിയുടെ ഹൈവേ. നമ്മുടെ ഗവൺമെന്റ് ഇവിടെ സൂപ്പർ ഹൈവേ ഉണ്ടാക്കുക. പക്ഷെ ദൈവം ഒരു ഹൈവേ ഉണ്ടാക്കി ഭൂമിക്ക്. അതിന്റെ നീളം എത്രയാണെന്നറിയോ? 94 കോടി കിലോമീറ്റർ, കോടി മൈൽ. ആ 94 കോടി മൈൽ ഭൂമി സൂര്യനെ ഒന്ന് കറങ്ങുമ്പോൾ നമ്മൾ ഒരു വർഷമായി എന്ന് പറയും. അപ്പോൾ AD 2003 എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് ജനിച്ചിട്ട് 2003 പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റിയെന്നാണ്. അപ്പോൾ 94 കോടി കിലോമീറ്ററുള്ള ഭൂമിയുടെ ഹൈവേയിലൂടെ ഭൂമി മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വീതം യാത്ര ചെയ്ത് ഒരു വർഷം കൊണ്ട് 94 കോടി മൈൽ പൂർത്തിയാക്കുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു പാതകളും അതിലൂടെ ഓടുന്ന ഓട്ടോറിക്ഷകളും ബസ്സുകളും കാറുകളും സൈക്കിളുകളും യാദൃശ്ചികമായി ഉണ്ടായെന്ന് നമ്മൾ പറയാറില്ല. ഈ റോഡ് മനുഷ്യർ വെട്ടിയതാണ്, ഈ വാഹനങ്ങൾ മനുഷ്യർ ഉണ്ടാക്കി ഓടിക്കുന്നതാണ് എന്ന് പറയുവാൻ മടിയില്ലാത്ത നമ്മൾ ഈ 94 കോടി മൈൽ വരുന്ന ഭൂമിയുടെ സൂപ്പർ ഹൈവേ യാദൃശ്ചികമായി ഉണ്ടായെന്ന് പറയുന്നത് യുക്തിയാണോ, അതോ ഭൂമിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി എന്ന് പറയുന്നതാണോ യുക്തി? ദൈവം ഉണ്ടാക്കിയതാണ് സത്യം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.
വീണ്ടും ദൈവത്തെ ആസ്വദിക്കുക. മറ്റൊരു ചിന്ത കൂടെ, ഭൂമി ഇങ്ങനെ കുറുവടി പോലൊന്നും തിരിഞ്ഞ് നിൽക്കുകയല്ല കേട്ടോ. ഭൂമിക്ക് ഒരു ചെരുവുണ്ട്. കുഞ്ഞുങ്ങൾ ഈ ഗ്ലോബ സ്കൂളുകൾ കണ്ടിട്ടുള്ള ഒരു ചെരുവുണ്ട്. അതിന് ക്രാന്തിക ചെരുവെന്നാണ് പറയുന്നത്. ക്രാന്തിക ചെരുവ് എന്ന് പറയുന്നത് 23 ഡിഗ്രി ആണ്. 23.5 ഡിഗ്രി, 23.5. അത് ഇങ്ങനെ ചെരിഞ്ഞാണ്. ഇങ്ങനെ ഒരു ഇത്രയും ഡിഗ്രി ചെരിഞ്ഞു നിന്നുകൊണ്ടാണ് ഭൂമി മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുകയും അപ്പോൾ തന്നെ മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ അത് സൂര്യന് അഭിമുഖമായി തിരികെയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്നത്, ഒരു രാത്രിയും പകലും ഉണ്ടാകും. ചെരിഞ്ഞു നിന്നുകൊണ്ടാണ്. ഈ 23 ഡിഗ്രിക്ക് പകരം അത് 25 ഡിഗ്രി ചെരിവായാലോ, അതൊരു 10 ഡിഗ്രി ചെരിവായിട്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പാലാഖണ്ഡത്തിൽ അടുത്ത പ്രഭാതത്തിൽ ഒരൊറ്റ മനുഷ്യനും കാണുകയില്ല. ഉത്തരദക്ഷിണായനങ്ങളിൽ ഉയരുന്ന നീരാവികൾ ഭൂമിയുടെ ഒരു ഭാഗത്തെ മഞ്ഞുകെട്ടിയാക്കുകയും ഒരു ഭാഗത്തെ കത്തി ചുരുക്കി കളയുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കൂ. ആ ചെരിവ് ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പറയുന്നതാണോ, ദൈവം അങ്ങനെ ചരിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണോ യുക്തി? ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് യുക്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ വിഷയത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഭൂമിയുടെ ഗുരുത്വാകർഷണം നമുക്ക് ഈ വാച്ച് താഴേക്കിടുന്നു. താഴേക്ക് വീണത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. അല്ലെങ്കിൽ ചന്ദ്രനിൽ ചെന്ന് ഈ വാച്ച് താഴോട്ടിട്ടാൽ അത് താഴെ വീഴുകയില്ല. അതിന് ഗുരുത്വാകർഷണം കുറവാണ്. അപ്പോൾ ഈ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണ് ഈ വാതകങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഏകദേശം 1200 കിലോമീറ്ററോളം നമ്മുടെ തലയ്ക്ക് മുകളിൽ വാതകമാണ്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന വാതകമണ്ഡലത്തിന് ടോപ്പോസ്ഫിയർ എന്ന് പറയും. അവിടെയാണ്, അതിന് താഴെയാണ് നമ്മൾക്ക് ശ്വസിക്കുവാനുള്ള ഓക്സിജൻ ധാരാളമായിട്ടുള്ളത്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനോ കഴിയില്ല. ഈ വാതകമണ്ഡലത്തെ താഴേക്ക് അമർത്തിപ്പിടിച്ച് നമ്മുടെ മൂക്കിൽ വലിയ പ്രയാസം കൂടാതെ വായു വലിച്ചു കയറ്റുവാൻ കഴിയുന്നത് ഈ ഗുരുത്വാകർഷണമാണ്. ഈ ഗുരുത്വാകർഷണം ഇല്ലെങ്കിൽ ഈ വാതകങ്ങളെല്ലാം അങ്ങ് ശൂന്യതയിലേക്ക് പോകും. പിന്നെ നമുക്ക് ശ്വസിക്കാൻ ഒന്നും കാണുകയില്ല, നമ്മൾ ചത്തുപോകും. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഇല്ലാതിരിക്കുമ്പോൾ ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്. ഈ ഗുരുത്വാകർഷണം യാദൃശികമായി ഒരു പൊട്ടിത്തെറിയിൽ ഉണ്ടായി എന്ന് പറയുന്നതാണോ? ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കേണ്ടതിന് വേണ്ടി, വായു അവർ ശ്വസിക്കേണ്ടതിന് വേണ്ടി, വാതകങ്ങൾ അവരെ വിട്ട് മുകളിലേക്ക് പോകാതിരിക്കേണ്ടതിന് വേണ്ടി, എല്ലാം താഴേക്ക് പിടിച്ചു നിർത്തേണ്ടതിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണോ യുക്തി? ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് യുക്തി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആകയാൽ ഭൂമിയെപ്പോലൊരു ഗോളത്തിന് യാദൃശികമായി ഉണ്ടാകുവാൻ സാധ്യമല്ല. ഉണ്ടായി എന്ന് പറയുന്നത് സത്യത്തിനെതിരായി കണ്ണടയ്ക്കുന്നതും അശാസ്ത്രീയവും യുക്തിവിരുദ്ധവും വഞ്ചനയുമാണ്. ബൈബിൾ പറഞ്ഞതാണ് സത്യം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ ബൈബിളിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ വേറൊരു വിദ്യാർത്ഥികൾക്ക് സംശയം വരാവുന്ന ചില ചിന്തകളുണ്ട്. അതിലൊന്ന്, ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി? ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമായെന്ന് ചിലർ പറയും. ബൈബിളിൽ അങ്ങനെ പറയുന്നു എന്നാണ് ചിലർ പറയുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാര് ഭൂമിയിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലസുകൾ കൊണ്ടുവരുന്നു. ഞാൻ തന്നെ ഭൂമിയുടെ അങ്ങേ അറ്റത്ത് നോർത്തേൺ പോളിനടുത്ത് കാൽഗേറിക്കപ്പുറേ കാനഡയിൽ ബ്രംഹല്ലർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി. ഭൂമിയുടെ ഏകദേശം അറ്റമാണത്. അവിടെ ദിനോസറുകൾ പണ്ട് ജീവിച്ചിരുന്നു. ഞങ്ങള് ദിനോസറുകളുടെ ഒരു സൈറ്റ് കാണുവാനാണ് അവിടെ പോയത്. ദിനോസറുകൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെ അസ്ഥിമാടങ്ങൾ കുഴിച്ചെടുക്കുന്നു. അതിന് ലക്ഷക്കണക്കിന് പഴക്കമാണ് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാരെ നിരത്തി വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ഭൂമി ഉണ്ടായിട്ട് 6000 വർഷമായിരുന്നു, പക്ഷേ ഇത് 60,000 വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അസ്ഥികൂടങ്ങൾ നിങ്ങളുടെ ബൈബിൾ പറയുന്നതാണോ ശരി, ശാസ്ത്രം പറയുന്നതാണോ എന്നവർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു വിടാം. സുഹൃത്തുക്കളെ, ഈ ബൈബിളിൽ ഒരിടത്തും
ഉണ്ടായിട്ട് 6000 വർഷമായിട്ടേ ഉള്ളൂ എന്ന് എഴുതിയിട്ടില്ല. 450 കോടിയോ 500 കോടിയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി ഉണ്ടായെങ്കിൽ അത് ബൈബിൾ അതിനെ എതിർക്കുന്നില്ല. ബൈബിൾ തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ഭയങ്കര യുക്തിപരമാണ്. ഏത് യുക്തിവാദിയുടെയും മുനകൾ മുടക്കുന്ന രീതിയിലാണ് ബൈബിൾ തുടങ്ങുന്നത്. ബൈബിൾ തുടങ്ങുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദി എന്നുമാകാം, ഇൻ ദ ബിഗിനിങ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദി എന്ന് പറയുന്നത് ഈ എല്ലാത്തിന്റെയും ആദിയല്ല. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്പം വേദശാസ്ത്രപരമായ ചിന്ത നേടിക്കൊണ്ടുവരട്ടെ. ബൈബിൾ പറയും ഇറ്റ്സ് നോട്ട് ദ ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ്, ഇറ്റ്സ് ഓൺലി ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദിസ് എർത്ത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ചാണ് ഉൽപ്പത്തി 1 പറയുന്നത്. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപേ സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബൈബിളിൽ മറ്റു പല സ്ഥലത്തും പറയുന്നുണ്ട്. ബൈബിൾ പറയുന്ന ആദി എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും ആദിയല്ല. മറ്റൊന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആഴത്തിന്റെ മീതെ എരിവുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. സന്ധ്യ വിശ്വസമായി. 1-ാം ദിവസം വായിച്ചു തോന്നുമ്പോൾ നമുക്ക് തോന്നും ഭൂമിയെ സൃഷ്ടിച്ച 1-ാം ദിവസം. അത് തെറ്റാണ്. ഭൂമിയെ സൃഷ്ടിച്ച 1-ാം ദിവസമല്ല, ഭൂമിയെ നവീകരിച്ച 1-ാം ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിരുന്നില്ല. ഇരമ്യാപ്രവചനം 4:23 ആദിമ ഭൂമിയുടെ തകർച്ചയെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ഞാൻ നോക്കി, ഭൂമി പാഴും ശൂന്യവുമായി കണ്ടു. പട്ടണങ്ങൾ ഇടിഞ്ഞുപോയിരുന്നു, പറവകൾ പറന്നുപോയിരുന്നു, ഉദ്യാനം മരുഭൂമിയായത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപേ ഇവിടെ ഒരു ലോകമുണ്ടായിരുന്നു. ആ ലോകത്തിൽ പട്ടണങ്ങളുണ്ടായിരുന്നു, ഉദ്യാനങ്ങളുണ്ടായിരുന്നു, പറവകളുണ്ടായിരുന്നു, പടുകൂറ്റൻ വൃക്ഷങ്ങളുണ്ടായിരുന്നു. മനുഷ്യനുണ്ടായിരുന്നില്ല. ആ ലോകം, ആ ഭൂഗോളം മുഴുവൻ ഈ പാലാക്കണ്ഡം ഉൾപ്പെടെ അന്ന് ഏദൻ തോട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അന്നിവിടെ ലൂസിഫർ ആയിരുന്നു ഭരണാധിപൻ. അവൻ ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ചു. ദൈവം അവനെ ശപിച്ചു. അങ്ങനെയാണ് പിശാചുണ്ടാകുന്നത്. അവൻ പാർത്ത ഈ ഭൂഗോളവും ശപിക്കപ്പെട്ടു. അങ്ങനെ മനോഹരമായിരുന്ന ഈ ഭൂഗോളം പാഴും ശൂന്യവുമായി. അന്ന് ചത്തൊടുങ്ങിയ ജീവജാലങ്ങളുടെ ഫോസിൽസുകളാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് നിരത്തിവെക്കുന്നത്. അന്ന് കടവഴികൾ ഒഴുകിയ വൃക്ഷങ്ങളുടെ നിന്നുണ്ടായിട്ടുള്ള കൽക്കരികളാണ് നമുക്ക് കൽക്കരിയായി കിട്ടുന്നത്. അന്ന് ചത്തൊടുങ്ങിയ ജീവജാലങ്ങളിൽ നിന്ന് എന്റെ അവശേഷങ്ങളാണ് എണ്ണ. മിഡിൽ ഈസ്റ്റിലാണല്ലോ എണ്ണ കൂടുതൽ കിട്ടുന്നത്, അവിടെയായിരുന്നു ജീവജാലങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഭൂഗോളം എത്ര വർഷം പാഴും ശൂന്യമായി കിടന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പാഴും ശൂന്യവുമായി കിടന്ന ഭൂഗോളത്തെ ദൈവം നവീകരിച്ചെടുക്കുന്ന ദിവസമാണ് 1-ാം ദിവസം. ഒരുപക്ഷെ ഭൂമി സൃഷ്ടിച്ചതിന് 400 കോടി വർഷത്തിന് ശേഷമായിരിക്കും ദൈവം ഭൂമി നവീകരിക്കുന്നത്. അപ്പോൾ ആദിയെന്നും 1-ാം ദിവസമെന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ബൈബിളിലെ സംഖ്യാശാസ്ത്രം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിലെ ദിവസങ്ങൾ നക്ഷത്ര ദിനങ്ങളല്ല, 24 ദിവസങ്ങൾ കൂടുന്ന ദിവസങ്ങൾ അല്ല. ഒരു പ്രത്യേക വെളിച്ചത്തിന്റെ മുൻപിലാണ് ഭൂമി കറങ്ങുന്നത്. 4-ാം ദിവസം മുതലാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങാൻ തുടങ്ങുന്നത്. അഥവാ പണ്ട് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതാണ്. പാപമുഖാന്തരം അതിന്റെ ക്രാന്തിക ചെരുവിനും ഭ്രമണമതനത്തിനും മാറ്റം വന്നതുകൊണ്ട് പിന്നെ ദൈവം അതിനെയെല്ലാം ഓർഡറാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുന്നത് ദൈവം അതിനെയെല്ലാം ഓർഡറാക്കുകയാണ്. അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും ഒന്നും സൃഷ്ടിക്കുകയല്ല. അവയെല്ലാം സൃഷ്ടിച്ചതിനെ ദൈവം 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെ ഓർഡറാക്കുകയാണ്. മനുഷ്യനെ മാത്രമേ ദൈവത്തിന് സൃഷ്ടിക്കേണ്ടതായി വരുന്നുള്ളൂ. ഈ സത്യം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രം ഗ്രഹിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കാതിരുന്ന ഒരു ജെയിംസ് ഹൂഷർ എന്ന ഒരു യൂറോപ്യൻ ഭൂമിയെ ഉണ്ടായിട്ട് 6000 വർഷമായുള്ളൂ എന്നൊരു മടയത്തരം പറഞ്ഞതുകൊണ്ട് യൂറോപ്പ് തുടങ്ങി പല സ്ഥലങ്ങളിലും ഈ ചിന്ത വന്നതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നതാണ്. അഥവാ ബൈബിളിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ബൈബിളിൽ ഭൂമിയുടെ പ്രായം 1000 കോടിയാണെങ്കിൽ 1000 കോടി, 2000 കോടിയാണെങ്കിൽ 2000 കോടി, 10,000 കോടി വർഷത്തിന് മുൻപ്
ജീവിച്ചിരുന്ന ഒരു ജീവജാലത്തിന്റെ ഫോസിൽസുമായിട്ട് വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഡ്രംഹെല്ലറില് ഈ ദിനോസറുകളുടെ വലിയ അസ്തമാനത്തിന് മുൻപിൽ നിന്നപ്പോൾ എന്റെ ബൈബിൾ വിശ്വാസം ചലഞ്ച് ചെയ്യപ്പെട്ടില്ല. എന്റെ ബൈബിൾ വിശ്വാസം ഉറയ്ക്കുകയാണ് ചെയ്തത്. കാരണം എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിൾ വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന ഒരു സംശയം കൂടി ഞാൻ പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ഭൂഖണ്ഡമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്ന്. ഇവിടെ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് കരഭാഗത്തിനാണ്. കരഭാഗത്തിന് നമ്മൾ പറയില്ലേ ഭൂമി കൊടുത്തു എന്നൊക്കെ, അതൊരു ഭാഷാശൈലിയാണ്. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. സമുദ്രങ്ങളെന്നല്ല, സമുദ്രം എന്നും പേരിട്ടു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ഒരു സമുദ്രമേ ഉള്ളൂ, ഒരു കരയേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ നിൽക്കും. നമുക്ക് ഒത്തിരി സമുദ്രം അറിയാം. നമുക്ക് പടിഞ്ഞാറോട്ട് വന്നാൽ, ആലപ്പുഴയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് അവിടെ അറബിക്കടൽ കാണാം, ഇന്ത്യൻ മഹാസമുദ്രം കാണാം, നമുക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രം കാണാം, അതുപോലെ തന്നെ പസഫിക് ശാന്ത മഹാസമുദ്രം നമുക്ക് കാണാം, ചെങ്കടൽ കാണാം, കരിങ്കടൽ കാണാം. എത്രയെത്ര സമുദ്രങ്ങളാണ് ഇവിടെയുള്ളത്, എത്രയെത്ര ഭൂഖണ്ഡങ്ങൾ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, ഏഷ്യൻ ഭൂഖണ്ഡം, യൂറോപ്പ്, ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ഇതൊക്കെ കാണാൻ കഴിയാവുന്നതാണ്. പക്ഷേ വേറെ പ്രശ്നം പറയുകയാണ്, ഒരു ഭൂഖണ്ഡമേ ഉള്ളൂ, ഒരു സമുദ്രമേ ഉള്ളൂ. ഒരു ബൈബിൾ വിദ്യാർത്ഥിക്ക് ഇതിനെന്ത് മറുപടി കൊടുക്കുവാൻ കഴിയും? അതിന് മറുപടിയുണ്ട്. ഒരു കാലത്ത് ഭൂമിക്ക് ഒരു വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കാൻ അല്പശാസ്ത്രീയ ചിന്ത നമുക്ക് ആവശ്യമാണ്. ഈ ഭൂഗോളത്തിന് ഏകദേശം 13,156 കിലോമീറ്റർ ഘനമുണ്ട്. എന്ന് പറഞ്ഞാൽ 13,156 കിലോമീറ്റർ നിങ്ങൾക്ക് കുടിക്കാമെങ്കിൽ വീസ ഇല്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ അമേരിക്ക ചെല്ലാം. അല്ലെങ്കിൽ കുടിക്കാൻ ഒക്കെയല്ലോ. ഈ 13,156 കിലോമീറ്റർ ഘനമുള്ള ഈ ഭൂഗോളത്തിന്റെ പുറന്തോട്ടിലാണ് നമ്മൾ ഈ കിണറുണ്ടാക്കുന്നതും വലിയ കുഴിയൊക്കെ കുടിക്കുന്നതും ഒക്കെ. വലിയ കുഴിയാണെന്നൊക്കെ നമുക്ക് പറയുന്നത്. പക്ഷെ ഇത് കുഴിച്ചതിന്റെ അറ്റത്തപ്പുറം ചെല്ലണമെങ്കിൽ 14,000 കിലോമീറ്റർ. ഇതിന്റെ അടിക്ക് പല പരിപാടികൾ നടക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ കൊണ്ടാണ്. അതിന് പല തട്ടുകളുണ്ട്. പുറന്തോട് കഴിഞ്ഞാൽ മാൻഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിന് താഴെ ലിഥോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഉണ്ട്, അതിനുശേഷം അസ്നോസ്ഫിയർ ഉണ്ട്, പിന്നെ ഭൂകേന്ദ്രമുണ്ട്. അനേക കാര്യങ്ങൾ ഈ ഭൂമിക്കടിയിലുണ്ട്. അതില് ഈ ഭൂമിയുടെ പുറന്തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം, ഇത് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം വരുന്നത് ഭൂമിയുടെ പുറന്തോടാണ്. അതിന്റെ അടിഭാഗവും മാൻഡിലിന്റെ മേൽഭാഗവും ചേർന്ന ഒരു സ്ഥലമുണ്ട്. അതിന് ലിഥോസ്ഫിയർ എന്നാണ് പറയുന്നത്. ആ ലിഥോസ്ഫിയർ ആണ് ഭൂമിയുടെ അടിസ്ഥാനം. അത് ഏകദേശം 700 കിലോമീറ്റർ വരുന്ന അസ്നോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് മേഖലയുടെ മുകളിലാണ് ഈ ലിഥോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഈ അസ്നോസ്ഫിയർ മുഴുവൻ ഈ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്രാവക മേഖലയുടെ മുകളിൽ ഏകദേശം 100 കിലോമീറ്റർ, 60 മുതൽ 100 കിലോമീറ്റർ ഘനം വരുന്ന ശിലാപാളിയാണ് ലിഥോസ്ഫിയർ. ആ ലിഥോസ്ഫിയറാണ് ഭൂമിയുടെ അടിസ്ഥാനം. ഈ ലിഥോസ്ഫിയറിന് വിള്ളലുകളുണ്ടായി. ആ വിള്ളലുകളുണ്ടായ കഥ ഞാൻ പിന്നെ പറയാം. ഭൂമി പാടി ശൂന്യമായപ്പോൾ ഈ ഭൂമിയുടെ ലിഥോസ്ഫിയറിന് വിള്ളലുകളുണ്ടായി. ഈ ലിഥോസ്ഫിയർ അസ്നോസ്ഫിയർ എന്ന പ്ലാസ്റ്റിക് മേഖലയിലായതുകൊണ്ട് ഈ വിള്ളലുകൾ തമ്മിലകന്നു. അങ്ങനെ ഭൂമി ഖണ്ഡമായി മാറി. ഒരു സമുദ്രത്തിലെ വെള്ളം ഈ വെള്ളത്തിൽ കയറി പല സമുദ്രങ്ങളായി. ഇതാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഇത് ശാസ്ത്രലോകം ആദ്യമായി പഠിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ എന്നൊരു ശാസ്ത്രജ്ഞനാണ്. ആദ്യത്തെ വൻകരയ്ക്ക് അദ്ദേഹം പാൻഷിയ എന്ന പേരിട്ടു. ആദ്യത്തെ കടലിന് അദ്ദേഹം പാന്തലാസ് എന്ന് പേരിട്ടു. ആദ്യമായിട്ട് ഈ പാൻഷിയ പിളർന്നു. ഞാൻ പറഞ്ഞ പോലെ ലിഥോസ്ഫിയർ പിളർന്നു. ഇത് അസ്നോസ്ഫിയറിലായതുകൊണ്ട് ഇത് തെന്നി നീങ്ങി 2 കഷ്ണമായി മാറി. അതിന് ലൊറേഷ്യ എന്നും ഗോണ്ടോ വാനലൻഡ് എന്നുമാണ് പേര് കൊടുത്തത്. കുറെ കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ അകന്നു. നിങ്ങൾ ഭൂപടം നോക്കിയാൽ
ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. ആട്ടെ, നമ്മുടെ ഇന്ത്യ വന്ന കഥ കൂടി പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിക്കാം. ഗോണ്ടോ വാനലിൽ നിന്ന് ഒരു ഭാഗം പൊട്ടി, ഈ ലിതോസ്ഫിയർ പൊട്ടി ആ ഖണ്ഡവുമായിട്ട് ഈ അസിനോസ്ഫിയറിലൂടെ തെന്നി യുറേഷ്യയോട് ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഒരു കാലത്ത് ഒരു വൻകരയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സമുദ്രമേ ഉണ്ടായിരുന്നു എന്ന ബൈബിൾ സത്യം ശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ബൈബിൾ വിദ്യാർത്ഥികൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. വളരെ വേഗം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ. ഈ ഭൂഗോളത്തെക്കുറിച്ചും മറ്റും ശാസ്ത്രജ്ഞന്മാർ ആധികാരികമായി പറഞ്ഞിട്ടുള്ള പല ശാസ്ത്രീയ ചിന്തകളും ബൈബിളിൽ നിന്ന് കടമെടുത്തതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതാണ് എന്റെ സത്യം. ഭൂമി ഒരു ഗോളമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചത് ഗലീലിയും കോപ്പർനിക്സും ഒന്നുമല്ല, മെഗല്ലനൊന്നുമല്ല. അവരും അവരുടെ അപ്പൂപ്പന്മാരും ഒക്കെ ജനിക്കുന്നതിന് 1000 വർഷം മുന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ ഭൂമി ഒരു ഗോളമാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 40:22 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഹി ദാറ്റ് സിറ്റ്സ് അപ്പോൺ ദ സർക്കിൾ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ വൃത്താകൃതമായ ഭൂഗോളത്തിൽ. തമിഴിലാണ് അത് കുറെ കൂടെ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഉണ്ടയായ ഭൂമിമേൽ വെറ്റിരിക്കുന്നവர்கள் എന്നാണ് തമിഴിൽ. ഉരുണ്ട ഭൂമിയിലാണ്. ഇന്നേക്ക് 2600 വർഷം മുൻപ് ഭൂമി ഒരു ഗോളമാണെന്ന് ബൈബിൾ പ്രസ്താവിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ബൈബിളിൽ സത്യം പറഞ്ഞതിന് 2500 വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രലോകം ഭൂമി ഒരു ഗോളമാണെന്ന് കണ്ടുപിടിച്ചത്. ആകയാൽ സ്നേഹിത, ശാസ്ത്രീയ പുസ്തകം നീ കൊണ്ട് നടക്കുന്നതിനേക്കാൾ ബൈബിൾ അഭിമാനത്തോടുകൂടി നിന്റെ മാറോടണയ്ക്കാം. ഇത് മത്തായിയുടേതല്ല, ഇത് ലൂക്കോസിന്റേതല്ല, ഇത് ദൈവത്തിന്റേതാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ച് ലോകത്തിനൊന്നും അറിയട്ടെ. നമുക്കെന്തറിയാം? ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ച് നമുക്ക് കപ്പയിടാൻ അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കുമരിയുള്ള പറമ്പില് കപ്പയിടുന്ന കാലങ്ങൾ, കപ്പ ഉണക്കുന്ന സമയങ്ങൾ ഒക്കെ ഞാൻ ഓർക്കുന്നു. പാണ്ടി ലോറി വന്ന് നിന്ന് കപ്പയൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ ഓർക്കുന്നു. കപ്പക്കമ്പുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ വലിയ വണ്ടി പോലെ വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. കപ്പ ഉണക്കുന്ന ഒരു സമയം നമ്മൾക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നമുക്ക് കപ്പയൊന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് കപ്പ ഇവിടെ വരണമായിരുന്നു. സോറി, ഇവിടെ നിന്ന് തമിഴ്നാട്ടിലായിരുന്നു കപ്പ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ കപ്പയില്ല, കപ്പയ്ക്ക് വില കൂടി. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, പെന്തക്കോസുകാരെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങായിരുന്നു കപ്പ. കാരണം കപ്പയ്ക്ക് വിലയില്ലല്ലോ, ഹൈറേഞ്ചുകാരന്റെ ഭക്ഷണമാണല്ലോ, അതിന് കപ്പയ്ക്ക് വിലയില്ലായിരുന്നു. ഞങ്ങളും പാടിയിട്ടുണ്ട്, ഞാനും രാജുവും ഒക്കെ പാടിയിട്ടുണ്ട്. എന്തോ പാടിയത്? ഞങ്ങൾ പാടിയിട്ടുള്ള പാട്ടെന്താണെന്നറിയോ? പറഞ്ഞാൽ മതി. കപ്പ മൂക്കുമ്പോൾ നമുക്കൊരു യോഗം കൂടണം, ഉപ്പ് പത്തി ചുട്ടുകൂട്ടി കപ്പ തിന്നണമെന്ന്. പിന്നെ വേറെയുണ്ട്, പെന്തക്കോസ് ചേരണം കപ്പയും മീനും തിന്നും. അതിന് കളിയാക്കുവായിരുന്നു. പക്ഷെങ്കിൽ ആ കപ്പ തിന്ന പെന്തക്കോസുകാരെ ഉയർത്തിയെന്ന് മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ചേനയും കാച്ചിലും ഒന്നും കേൾക്കാത്ത നാണക്കേട് പെന്തക്കോസുകാരനോടുള്ള പേരിൽ കപ്പ സഹിച്ചതുകൊണ്ട് എല്ലാ കിഴങ്ങിനേക്കാളും, ഏത് കിഴങ്ങിനേക്കാളും കപ്പയ്ക്ക് വിലയുണ്ടായി. കടകൾ ഉയർത്തുന്ന ദൈവത്തെ ശ്രമിച്ച്, ഒന്നുകൂടെ ദൈവത്തെ ശ്രമിച്ച്. അതെ, കപ്പ കൃഷിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഭൂമിയുടെ അടിഭാഗത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്, ഇതിന്റെ ആഴങ്ങൾ നമുക്കധികം അറിഞ്ഞുകൂടായിരുന്നു. ഈ ഭൂമിയുടെ അന്തർഭാഗങ്ങൾ മുഴുവൻ കത്തി ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. കത്തി ഉരുകുന്ന ഈ ഭൂമിയുടെ ഉള്ളമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തി കത്തി ഉരുകുകയാണ്. 10,000 കിലോമീറ്റർ അകത്തോട്ട് എന്നാൽ ഭൂമിയുടെ ഉള്ള ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 3500 വർഷം മുൻപ് ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചു, 28:5 ഭൂമിയിൽ ആഹാരമുണ്ടാകും, അതിന്റെ അധോഭാഗമോ തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. നാം ഇരിക്കുന്ന ഈ ഭൂഗോളത്തിന്റെ ഉള്ളിലേക്ക് 4 കഴിഞ്ഞാൽ ദ്രാവകാവസ്ഥയിലാണ്, കത്തി ഉരുകുകയാണ് ഭൂഗോളത്തിന്റെ ഉൾഭാഗം. 3500 വർഷം മുമ്പ് ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് ആരും അറിയാതിരിക്കുമ്പോൾ
ശാസ്ത്രം ഗ്രഹിക്കാതിരുന്നപ്പോൾ ബൈബിൾ വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ ആകാരമുണ്ടാകുന്ന പക്ഷെങ്കിൽ അതിന്റെ അധോഭാഗം കത്തിമറിയുകയാണ്. ശാസ്ത്രം അത് അംഗീകരിച്ചതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം, വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. അട്ടെ, ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്? ഭൂമി ആരാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്? നമുക്കറിയാത്തൊരു കാലമുണ്ട്. ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ഗ്രീക്കുകാരൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഗ്രീക്കുകാരാണ് വലിയ ജ്ഞാനികൾ കേട്ടോ. ഗ്രീക്കുകാർ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, ഇവരൊക്കെ അവരുടെ ആൾക്കാരാണ്. അവരുടെ ഫിലോസഫിയൊക്കെയാണ് ഇന്ന് ആൾക്കാർ പഠിച്ച് വലിയ വലിയ ആൾക്കാരായിട്ടൊക്കെ തീരുന്നത്. അവരുടെ ഫിലോസഫി എന്തായിരുന്നു അറിയാമോ? ഭൂമിയെക്കുറിച്ച് ഭൂമി അറ്റ്ലസ് എന്ന ദേവന്റെ തോളിൽ ഇരിക്കുന്നു. ഗ്രീക്കുകാരൻ പറയാം, അറ്റ്ലസ് ദേവൻ തന്റെ തോളിങ്ങനെ കഴിക്കുമ്പം അടുത്ത തോളിലോട്ട് മാറ്റിവെക്കും. അങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നു. പക്ഷെ വാസ്തവം അതല്ല. ഇന്നേക്ക് 3500 വർഷം മുൻപ് ബൈബിൾ പറഞ്ഞു, ഇയ്യോബ് 26:7, ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ അഥവാ ഒന്നുമില്ലായ്മേൽ തൂക്കി നിർത്തിയിരിക്കുന്നു. 3500 വർഷം മുമ്പ് ബൈബിൾ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ നോക്കുക. ഈ ഭൂഗോളത്തെ തൂക്കി നിർത്തിയിരിക്കുക, അല്ല താങ്ങി നിർത്തിയിരിക്കുകയല്ല, തൂക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഇത് വായിച്ചത് തൂക്കി നിർത്തിയിരിക്കുന്നു. ഈ ഭൂമിയെ തൂക്കി നിർത്താൻ ശക്തിയുള്ള കയറെവിടെ? ചങ്ങല എവിടെ? അതെവിടെയാ കൊളുത്തിയിട്ടിരിക്കുന്നത്? ഒരിക്കല് ചന്ദ്രനിൽ പോയ കഥയെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ മലബാറിലെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു, അവന്മാരെല്ലാം ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ ചന്ദ്രനിലോട്ട് ഇറങ്ങിയപ്പം ഈ ഏണി എവിടെയാ വെച്ചതെന്ന്, അത് മുട്ടിച്ചത് എവിടാണ്? ഇറങ്ങാൻ ഏണി എവിടെയാ കൊള്ളിച്ചത്? ഞാൻ ആ കാരണവരോട് പിന്നെ അധികം ഒന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആൾക്കാർക്ക് ഈ ഭൂമി അങ്ങനെ എവിടെയാ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? ബൈബിൾ പറയുകയാണെങ്കിൽ തൂക്കിയിട്ടിരിക്കുക, അതൊന്നുമില്ലാതെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് താങ്ങി ഒന്നും നിർത്തുന്നില്ല. 3500 വർഷം മുമ്പ് പറഞ്ഞു. 3000 വർഷം കഴിഞ്ഞിട്ട് ഇത് മനുഷ്യന് മനസ്സിലായില്ല. 3400 വർഷം കഴിഞ്ഞിട്ടും ഇത് മനുഷ്യന് മനസ്സിലായില്ല. സർ ഐസക് ന്യൂട്ടൺ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത്. ഈ ഗോളങ്ങളെല്ലാം, പ്രത്യേകിച്ച് സൗരയൂഥത്തിലെ എല്ലാ ഗോളങ്ങളും നിൽക്കുന്നത് ഈ സൂര്യന്റെ ആകർഷത്തിലാണ്. 15 ലക്ഷം കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ആകർഷണ ശക്തി കൊണ്ടാണ് ഈ ഭൂഗോളം തൂങ്ങി നിൽക്കുക. ചന്ദ്രനും അങ്ങനെ, എല്ലാ ഗോളങ്ങളും അങ്ങനെ. ഇത് ശാസ്ത്രം അറിയുന്നതിന് 3000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞെങ്കിൽ ദൈവമൈതലേ, ഈ ബൈബിൾ തോമാച്ചന്റേതല്ല, മത്തായിച്ചന്റേതല്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ എന്താ? എന്റെ പ്രിയ കുഞ്ഞിക്കാച്ചനോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. മത്തായി എഴുതിയത് എങ്ങനെയാണോ? ദൈവത്തിൻ്റെതാണ്. ഞാൻ തന്നെ അതിന് മറുപടി ഈ പാലാഖണ്ഡത്തിൽ തന്നെ പറഞ്ഞില്ലെങ്കിൽ പാപമാണ്. മത്തായിക്ക് ഇതുപോലെ എഴുതാനൊക്കുമോ ഇല്ല. ഇനി ഞാൻ പറയാം. ദൈവത്തിന്റെ കരുണയാൽ ഞാൻ 14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ യോഗങ്ങളുടെ തിരക്കില് പലപ്പോഴും ഒരു ഏകാഗ്രതയിൽ എഴുതാൻ കഴിയില്ല. എന്റെ സ്നേഹിതരെ ഞാൻ വിളിച്ചിരുത്തും. എന്നിട്ട് ഞാൻ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ എന്റെ ഹൃദയത്തിൽ വരുന്ന ഇങ്ങനെ പറഞ്ഞു നടക്കും. അവരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു മാസം കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതി പ്രിന്റ് ചെയ്ത് പുറത്തിറക്കും. അവരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഒന്നുകൂടെ വായിക്കും, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യും, പിന്നെ ഒന്നുകൂടെ തിരുത്തും, പ്രസ്സിലേക്ക് കൊടുക്കും. പേര് വെക്കുമ്പോൾ, ഗ്രന്ഥകർത്താവിന്റെ പേര് വെക്കുമ്പോൾ പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചർ തന്നെ വെക്കും. അതിന് നന്ദിക്കുറിപ്പിൽ മാത്രമാണ് എന്നെ ഈ എഴുത്തിൽ സഹായിച്ചവരുടെ പേര് വെക്കുന്നത്. കാര്യം മനസ്സിലായോ? മത്തായിയെയും മർക്കോസും എഴുത്തുകാരായിരുന്നു. ദൈവം പറഞ്ഞ് എഴുതിയ എഴുത്തുകാർ. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ദൈവമാണ്. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ദൈവമാണ്. എന്നാൽ ഇത് 40 പേരെ കൊണ്ട് ദൈവം എഴുതിയിപ്പിച്ചു. അത് നമുക്ക് വേണ്ടിയാണ്. വീണ്ടും കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത് മത്തായി എഴുതിയതാണെങ്കിലും ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള വചനം 100% സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം
അത് ഗ്രഹിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഇനി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൂത്, ബൈബിളിൽ ഒരു വ്യാഖ്യാന ശാസ്ത്രം എന്നൊരു സിദ്ധാന്തമുണ്ട്. അഥവാ വ്യാഖ്യാനിക്കുക. ഭൂമിയെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ഇതൊരു ശാസ്ത്രമില്ല, വ്യാഖ്യാന ശാസ്ത്രമുണ്ട്. യോബ് 12:8 നാം ഇങ്ങനെ വായിക്കുന്നു, നീ ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നോട് ഉപദേശിക്കും. മത്തായി 13 മനുഷ്യ ഹൃദയങ്ങളെ യേശു ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് ഭൂമിയെ ക്രിസ്തു ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രത്തിൽ ഭൂമിയെ ഒരു മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ ബൈബിൾ അനുവദിക്കുന്നത് കൊണ്ട് ഇതുവരെയും ഞാൻ അക്ഷരികമായ ഭൂമിയെക്കുറിച്ച് പ്രസംഗിച്ചുവെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവം മണ്ണെടുത്ത് ഉണ്ടാക്കിയ മനുഷ്യനെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ശ്രോതാക്കളെ, എന്റെ ദേശനിവാസികളെ ഓരോ ഭൂഗോളങ്ങളായി കണ്ടുകൊണ്ട് ഒരു ദൂരെ നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഭൂഗോളം അതിന്റെ നിയമം പാലിക്കുന്നത് കൊണ്ടാണ് ഈ കൊച്ചിറയിൽ, ഈ പാലാഖണ്ഡത്തിൽ നമ്മൾ സുഖമായി ജീവിക്കുന്നത്. അതതിന്റെ ക്രാന്തിക ചെരുവ് തെറ്റിക്കുകയോ ഭ്രമണപഥം മാറുകയോ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ സൂര്യനിൽ നിന്നുള്ള അകലം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ ഭൂഗോളം മാത്രമല്ല അതിലെ ജീവജാലങ്ങളെല്ലാം തകർന്നു പോകും. അപ്പോൾ മനുഷ്യനും ഭൂമിയും നിലനിൽക്കണമെങ്കിൽ അതിന് നിയമങ്ങൾ പാലിക്കണം. ഇതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ അനുഗ്രഹീതരായി കഴിയണമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ നിയമങ്ങൾ പാലിക്കണം. ചിലർ വിദ്യാഭ്യാസം ചെയ്യുന്നു, പുരോഗമിക്കാൻ കഴിയുന്നില്ല. ചിലർ ബിസിനസ് ചെയ്യുന്നു, പുരോഗമിക്കാൻ കഴിയുന്നില്ല. ചിലർ കൃഷി ചെയ്യുന്നു, വളരുവാൻ കഴിയുന്നില്ല. ചിലരുടെ ദാമ്പത്യ ജീവിതം വേഗം തകർന്നു പോകുന്നു. മറ്റു ചിലർ ആത്മീകമായി വളരുവാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. എല്ലാം വഴിതെറ്റി പോകുകയാണ്. പ്രതീക്ഷകൾ പലതുമുണ്ടായിരുന്നു, എല്ലാം തകർച്ച സംഭവിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല നടക്കുന്നത്. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാം എവിടൊക്കെയോ കുഴയുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? നിയമം തെറ്റിക്കുന്നതാണ്. ഇന്ന് രാത്രി എന്റെ ജീവിതം കാണുന്ന നിങ്ങൾക്ക് ദൈവം ഒരുവനെ എങ്ങനെ അനുഗ്രഹിക്കുമെന്നും എങ്ങനെ ഉയർത്തുമെന്നും ആരും പറയാതെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പ്രസംഗിക്കേണ്ട, ഞാൻ ഈ വഴിയെ നടന്നാൽ മതി. എന്നെ പരിചയമുള്ള നിങ്ങൾക്കറിയാം. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നിയമങ്ങൾ വേഗം പറഞ്ഞ് ഞാനൊന്ന് നിർത്തട്ടെ. ഒന്ന്, ബൈബിൾ തുടങ്ങുന്ന ശ്രദ്ധിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഭൂമിയും ആകാശവും പിന്നെ ദൈവമെന്നല്ല. ആദ്യം ദൈവം, പിന്നെ ഭൂമി. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് ദൈവം വരണം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരാണ്. എന്നാൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റുകാർ സുവിശേഷത്തെ നിരോധിച്ചവരായിരുന്നു. അവർ പറഞ്ഞു, മതം വേണ്ട, ദൈവം വേണ്ട. അമേരിക്ക ഭയന്ന ഒരു സാമ്രാജ്യമായിരുന്നു അത്. അവർ ഭൂമിയെ, സോവിയറ്റ് യൂണിയനെ ഒന്നാമതായി കൊണ്ടുവന്നു. ദൈവത്തെ രണ്ടാമതായി കൊണ്ടുവന്നല്ല, ദൈവത്തെ തള്ളിക്കളഞ്ഞു. 70 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തെ ഞെട്ടിവിറപ്പിച്ച സോവിയറ്റ് യൂണിയൻ ഒരു പളുങ്ക് പാത്രം പോലെ തകർന്നു വീഴുന്നത് നാം കണ്ടു. അതിന്റെ അർത്ഥം ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു സാമ്രാജ്യത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് ഇവിടെ നിലനിൽപ്പില്ല എന്നാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിവാഹം ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ അവരുടെ മെയിൻ കത്തീഡ്രലിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ നടന്ന വിവാഹമാണ് ഡയാനയുടെയും ചാൾസിന്റെയും. സൗന്ദര്യ തിടമ്പായിരുന്നു
ഡയാന, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ, ഒരു കാലത്തെ സാമ്രാജ്യത്തിലെ രാജകുമാരനായിരുന്നു ചാൾസ്. നമ്മുടെയൊക്കെ കല്യാണ ഫോട്ടോ പത്രത്തിലിടുന്ന കാശ് കൊടുക്കണം. അവിടെ അവരുടെ ഫോട്ടോ ഇടാനായിട്ട് പത്രക്കാർ അവർക്ക് കാശ് കൊടുക്കുമായിരുന്നു. ഡയാന കല്യാണം കഴിക്കുന്നതിന് മുൻപേ ബിഷപ്പിനോടൊരു കാര്യം പറഞ്ഞു. പിന്നെ ഈ പ്രതിജ്ഞാവാചകം പറയുമ്പോൾ നമ്മളുടെ മതപരമായ ചിന്തയിലുണ്ടല്ലോ, ഭർത്താവിനെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കാമെന്ന്. അതങ്ങ് എടുത്തു കളയണം, എങ്കിലേ ഞാൻ ഉപസമ്മതം ചെയ്യൂ. രാജകുമാരിയല്ലേ, ആർച്ച് ബിഷപ്പിനെ കേൾക്കാതിരിക്കാൻ ഒക്കുമോ? അവരുടെ വിവാഹത്തിന് ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ട് നിന്നുകൊള്ളാമെന്നുള്ള ആ ദൈവിക പ്രമാണം ആ രാജ കൊട്ടാരത്തിന് വേണ്ടി ബിഷപ്പ് മാറ്റി അവരുടെ കല്യാണം നടത്തി. പക്ഷേ ദൈവത്തെ മാറ്റി നിർത്തിയ ഡയാനയുടെ കുടുംബജീവിതം ഇവിടെ തകർന്നു എന്ന് മാത്രമല്ല, ഒരു പളുങ്കുപാത്രം പോലെ അവൾ തകർന്നുപോയി. സുഹൃത്തെ, വ്യക്തിയാണെങ്കിലും സാമ്രാജ്യമാണെങ്കിലും ദൈവത്തെ മാറ്റി നിർത്തി ആരും ഇവിടെ രക്ഷപ്പെടുകയില്ല. ഞാൻ കാനഡയിൽ ഒരു വീട്ടിൽ എന്നെ സ്വീകരിച്ചപ്പോൾ ആ വീടിന്റെ മുൻപിലുള്ള കാർപ്പറ്റ് പോലുള്ള പുല്ലുകൾ, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകൾ, നമ്മുടെ ഈ സ്ഥലത്തൊന്നും അങ്ങനെയുള്ള വീടുകളില്ല, സൗകര്യങ്ങളില്ല, ധനികരില്ല. ആ വീട്ടുടമസ്ഥൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ദേവദാസനെ, ഞാൻ വലിയ ധനികനാണെന്നും ധരിക്കരുത്. കാരണം അയാളുടെ വീടിന്റെ മുൻപിലുള്ള ആ പുല്ല് വെട്ടുന്നതിന് മാത്രം ഏകദേശം 10,000 രൂപ മാസം അയാൾ ചെലവഴിക്കുന്നുണ്ട്. പുല്ല് വെട്ടുന്നതിന് മാത്രം, ഭംഗിയാക്കിയിടുന്നതിന് മാത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ അപ്പൻ വിദ്യാഭ്യാസമില്ലാത്തവനും തൊഴിലറിയാത്തവനുമായിരുന്നു. ബൈബിള് ബൈൻഡ് ചെയ്യുന്നയാളായിരുന്നു. മാത്രമല്ല, പെന്തക്കോസ്തുകാരടിക്കുന്ന ട്രം പൊട്ടുമ്പോൾ അത് കൊണ്ടുവരും എന്റെ അപ്പൻ, അത് തോല് മാറുമായിരുന്നു. കർത്താവിന്റെ പുസ്തകത്തിന്റെ പയനിടുന്ന തൊഴിലും കർത്താവിന് വേണ്ടി പാട്ടുപാടുന്ന ട്രമ്മിന്റെ തോല് പൊട്ടുമ്പോൾ അത് മാറുന്ന ജോലിയും എന്റെ അപ്പൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ദൈവദാസനെ ഞങ്ങൾ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വലിയവരുടെ ചില തകർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ. ഈ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ അവരെ ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ആദിയിൽ ഞാനാകാതിരിക്കട്ടെ, ആദിയിൽ നീ ആകാതിരിക്കട്ടെ, ആദിയിൽ ദൈവമായിരിക്കട്ടെ. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആരംഭത്തിൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ ആരംഭത്തിൽ, നിന്റെ തൊഴിലിന്റെ ആരംഭത്തിൽ, നിന്റെ ജോലിയുടെ ആരംഭത്തിൽ, നീ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ, എല്ലാത്തിന്റെയും ആരംഭത്തിൽ, നിന്റെ വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ, എല്ലാത്തിന്റെയും ആരംഭത്തിൽ ഇവയെല്ലാം നൽകിയ നിന്റെ ദൈവത്തെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നീ അറിയാത്ത സൃഷ്ടി കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെടുവാൻ നിയമമൊന്ന്, ദൈവത്തെ ഒന്നാമതായി മാനിക്കുക. 2, പ്രമാണം ഭൂഗോളം ചെരിഞ്ഞു നിൽക്കണം. 23 ഡിഗ്രി താഴ്മയായി ജീവിക്കണം. സ്വർഗം നൽകിയതല്ലാതെ നമുക്കെന്താണുള്ളത്? നമ്മുടെ എന്ന് പറയുവാൻ നമുക്കെന്തുണ്ട്? ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ ഒരാൾ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കുറെ അകലെ, അദ്ദേഹം മരിച്ചുപോയി കേട്ടോ, കുടിച്ചു പൂസായിട്ട് ചൂടായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇടാ ഒരുത്തനും അനങ്ങരുത്. ടെലിവിഷൻ വെച്ച് ഞാൻ എല്ലാത്തിനെയും കരിച്ചു കളയുന്നു. അന്ന് ടെലിവിഷൻ നമ്മുടെ അറേഞ്ച് വന്നിട്ടില്ല. ടെലിവിഷൻ എന്ന് പറയുന്നത് ഏതോ AK-747 തോക്കാണെന്നാണ് അദ്ദേഹം ധരിച്ചത്. അവരൊന്നും ഇന്നില്ല കേട്ടോ, ഇല്ല. താഴ്മയായി ജീവിക്കാൻ ദൈവം നൽകിയതാളൊന്നുമില്ല. അനുഗ്രഹിക്കപ്പെടുവാനുള്ള പ്രധാനമായ നിയമങ്ങളിൽ ഒന്ന് താഴ്മയായിരിക്കുക. എല്ലാം ദൈവമാണ് തന്നതെന്ന് പറയുക. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ലജ്ജ കൂടാതെ പറയുക.
താഴ്മയായിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. താഴ്മയായിരിക്കുക സ്നേഹിത. ഇന്ന് നമുക്കുള്ളതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകാം. നമ്മുടെ സൗന്ദര്യമാകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ കഴിവാകട്ടെ, നമ്മുടെ പണമാകട്ടെ, ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെ പോകാം. ആകയാൽ ഇവയെല്ലാം നൽകിയ ദൈവമാണ് എന്ന് പറഞ്ഞ് നമുക്ക് താഴ്മയായിട്ട് ജീവിക്കാം. ഭൂമി അനുഗ്രഹിക്കപ്പെടുവാൻ നിയമം 3. അതിനുവേണ്ടി ദൈവമൊരുക്കിയ പാതയിലൂടെ അത് യാത്ര ചെയ്യണം. ചൊവ്വായുടെ വഴിയിൽ അത് കയറിയാൽ, ബുധന്റെ വഴിയിൽ അത് കയറിയാൽ, നെപ്റ്റ്യൂണിന്റെയോ പ്ലൂട്ടോയുടെയോ ശനിയുടെയോ വഴിയിൽ അത് കയറിയാൽ ഭൂഗോളങ്ങൾ തമ്മിലിടിക്കുക മാത്രമല്ല, ഓട്ടം തകരാറായി പോകും. അതിന് ക്രമീകരിച്ചിരിക്കുന്ന വഴിയിൽ അത് കറങ്ങണം. 1000 വഴികൾ ഈ ആകാശത്തിൽ ഗോളങ്ങൾക്കുണ്ടെങ്കിലും ഭൂമിക്കൊരു വഴിയേ ഉള്ളൂ. അത് സൂര്യന് ചുറ്റുമുള്ള വഴിയാണ്. ആ വഴി വിട്ട് അത് പോയാൽ അത് തകർന്നു പോകും. ഇതുപോലെ ലോകത്തിൽ 2 വഴിയുണ്ട്. യേശു പറഞ്ഞു, നാശത്തിലേക്കുള്ള വഴി അത് വിശാലമാണ്, പക്ഷെങ്കിൽ അതിന്റെ അന്ത്യം നാശമാണ്. അവിടെ മദ്യപിക്കാം, അവിടെ വ്യഭിചരിക്കാം, അവിടെ മോഷ്ടിക്കാം, അവിടെ കൊലപാതകങ്ങൾ നടത്താം, അവിടെ ചതിക്കാം, അവിടെ വഞ്ചിക്കാം. അപ്പോൾ തന്നെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ആരാധിക്കാം, ബൈബിളുമായി നടക്കാം. പക്ഷെങ്കിൽ അത് വിശാലമായ വഴിയാണ്. അത് ഇവിടെ തന്നെ നശിക്കും, നരകത്തിലെത്തും. കർത്താവിന്റെ മറ്റൊരു വഴി അത് ഇടുങ്ങിയ വഴിയാണ്, അത് ഞെരുക്കമുള്ള വഴിയാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ആ പാതയിലൂടെ അത് നടക്കുന്നത് തന്നെ അപമാനത്തിന്റെയും നിന്ദയുടെയും വേദനയുടെയും വഴിയാണ്. പക്ഷെങ്കിൽ ആ വഴി എത്തുന്നത് നിത്യജീവനിലാണ്, സ്വർഗത്തിലാണ്, ദൈവത്തിന്റെ അടുക്കലേക്കാണ്. ആ വഴി ഏതാണ്? യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ ജീവനും, ഞാൻ തന്നെ വെളിച്ചവുമാകുന്നു. സ്നേഹിത, അനുഗ്രഹത്തിന്റെ വഴി യേശുവാണ്, സ്വർഗത്തിലേക്കുള്ള വഴി യേശുവാണ്, പാപമോചനത്തിന്റെ വഴി യേശുവാണ്, നന്മയുടെ വഴി യേശുവാണ്, ദൈവത്തെ കാണുവാനുള്ള വഴി യേശുവാണ്, നരകത്തിൽ നിരക്കപ്പെടുവാനുള്ള വഴി യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാണ്. യേശുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരുവൻ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, മരണം കൊണ്ടവന്റെ യാത്ര അവസാനിക്കുമ്പോൾ ലാസറിനെ പോലെ മാലാഖമാർ അവന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഭൂമി മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ തന്നെ നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്, സൂര്യൻ ഏകദേശം മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് തിരിയുന്നു. എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിൽ തിരിഞ്ഞെങ്കിൽ മാത്രമേ ഭൂമി ഒരു പ്രാവശ്യം ഒന്ന് തിരിഞ്ഞു വരും. അങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗം പകൽ, ഇപ്പോൾ രാത്രി. നാളെ നമുക്ക് പകലുണ്ടാകും. കാരണം ഭൂമി മണിക്കൂർ 1000 മൈൽ സ്പീഡിൽ ഇങ്ങനെ സൂര്യന് ചുറ്റും, സൂര്യൻ അഭിമുഖമായി കറങ്ങുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. അത് 94 കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ അത് സൂര്യന് അഭിമുഖമായി കറങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും മാത്രം ഓടിക്കൊണ്ടിരുന്നാൽ ഒരു ഭാഗം മുഴുവൻ എപ്പോഴും ഇരുളായിരിക്കും. അത് സൂര്യന് അഭിമുഖമായി കറങ്ങണം. ദൈവമക്കളെ, തിരക്കിന്റെ ഇടയിൽ, കുരുമുളകയുടെയും ഏലക്കായുടെയും മറ്റു പലവരുടെയും അധ്വാനത്തിന്റെ ഇടയിൽ കർത്താവിന്റെ മുഖം നോക്കാതെ ഉള്ള നിന്റെ ഓട്ടം ഇരുളിന്റെ അനുഭവത്തിലേക്ക് മാറും. സ്തോത്രം. ഏത് തിരക്കിലും എവിടെ പോയാലും ആ ഓട്ടം കർത്താവാകുന്ന സൂര്യനെ നോക്കിക്കൊണ്ടായിരിക്കട്ടെ. ആ കർത്താവാകുന്ന സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ ഏത് തിരക്കിന്റെ വേളയിലും, ഏത് ഓട്ടത്തിലും, എവിടെ പോയാലും ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നതായിരിക്കട്ടെ. ദൂരദേശത്തൊരു അപ്പന്റെ മകൻ പോയി, അവനവിടെ വേശികളോടുകൂടി കഴിഞ്ഞു. അവനവിടെ സൂര്യനെ നോക്കിയില്ല, അവനവിടെ